സായാഹ്ന ടാരോട്ട് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കാൻ പോകുന്നത് അവർക്കും നിങ്ങൾക്കും ഇടയിലുള്ള തടസ്സം എന്താണ് അവരുടെ മനസ്സിൽ എന്നറിയാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? അപ്പോൾ നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ച് നോക്കാം. ഇവിടെ വന്ന കാർഡുകളിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത് അവർ നിഗൂഢമായി നിങ്ങളിൽ നിന്ന് ഒളിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളോട് ഇപ്പോൾ അധികം കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നടക്കുകയാണ്. അങ്ങനെ ഒരു തടസ്സം നിങ്ങളിൽ ഫീൽ ചെയ്യുന്നു. അവരുടെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടോ. അതായത് ഇവിടെ അവർ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻ വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കുറച്ച് കൺട്രോളായിട്ടാണ് അവരുടെ ഇമോഷൻസൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങളെ അവർ റിജക്റ്റ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ സ്ലോവും കൺട്രോളിലും ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അവർക്ക് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത്. അത് നിങ്ങൾക്കിടയിൽ എന്തോ ഒരു പ്രോബ്ലം കാരണമാണ് എന്നാണ് ഇവിടെ കാണുന്നത്. പിന്നെ നമുക്ക് 4 of Wands ആണ് വന്നത്. ഈ ഒരു കാർഡ് വരുമ്പോൾ മനസ്സിലാവുന്നത് അവരാഗ്രഹിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ കുറച്ചും കൂടി പീസ്ഫുൾ ആയിരിക്കും, ഒരു ബോണ്ട് വേണം, സ്റ്റെബിലിറ്റി സെക്യൂരിറ്റി ഒക്കെ ആവശ്യമുണ്ട്. സേഫായ ഒരു ബന്ധമാണ് അവർക്ക് വേണ്ടത്. അതായത് ഡ്രാമകളൊന്നും ഇല്ലാത്ത ഒരു റിലേഷനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഫ്യൂച്ചറിലൊരു പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളോടൊപ്പമുള്ള സന്തോഷമായിരിക്കാനുള്ള ഒരു എനർജിയാണ് അവർക്ക് ഇവിടെ ഉള്ളത്. പിന്നെ നമുക്കിവിടെ കാണുന്നത് ഹൈ പ്രീസ്റ്റസ് എന്ന കാർഡാണ്. ഈ ഒരു കാർഡ് വരുമ്പോൾ അവരെന്തൊക്കെയോ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നു. പ്രത്യേകിച്ച് അവരുടെ മനസ്സിലുള്ള ഫീലിങ്സോ അവരുടെ ചിന്തകളൊക്കെ അവർ മറച്ച് വെക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. പക്ഷെ അവർ തുറന്നു പറയാൻ ഇവിടെ തയ്യാറല്ല. അവരവരുടെ മനസ്സിൽ അവരുടെ ഇൻഡ്യൂഷൻസ് പറയുന്നത് കേട്ടിട്ടാണ് അവരിപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്കിടയിൽ ഒരു ആശയവിനിമയത്തിൻ്റെ കുറവ് ഇവിടെ നല്ലോണം നമുക്ക് വ്യക്തമാവുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ദ ഹെർമിറ്റ് എന്ന കാർഡാണ്. ഈ ഒരു കാർഡ് വരുമ്പോൾ ഇതും തടസ്സത്തിൻ്റെ വേറൊരു ഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരിലേക്ക് തന്നെ പിൻവാക്കുകയാണ്. കാരണം നിങ്ങളുമായിട്ട് മുമ്പുണ്ടായ ചില തർക്കങ്ങളോ വഴക്കുകളോ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളോ കാരണമായിരിക്കാം അവരിൽ തന്നെ ഒതുങ്ങിക്കൂടുകയാണ്. ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇപ്പോൾ അവർ ഇഷ്ടപ്പെടുന്നത്. അവർ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സ്വന്തം കൺഫ്യൂഷൻസൊക്കെ ക്ലിയർ ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം. അവർക്കൊരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുറച്ച് ക്ലാരിറ്റി കിട്ടാനുണ്ട്. അതിന് ശേഷം മാത്രമേ അവരുടെ മനസ്സ് തുറക്കാനുള്ളൊരു സാധ്യത കാണുള്ളൂ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കുറവാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് വരികയാണെങ്കിൽ ഈ ഒരു തടസ്സം മാറി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റീഡിങ് കുറച്ച് പേർക്കെങ്കിലും റെസനേറ്റ് ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.